ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുകളെല്ലാം ഡിജിറ്റലായ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് മുമ്പത്തെ പോലെ പ്രിൻ്റൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, പോസ്റ്റ് വഴി ലഭിക്കില്ല. നമുക്കല്ലാതെ നമുക്ക് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് അതിനെ പ്രിൻ്റ് ആക്കാം. അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ആ ഒരു കോപ്പി തന്നെ വാലിഡാണ്, നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ പലർക്കും അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ കയ്യിലൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു അല്ലാത്ത നമ്മുടെ ഡെസ്ക് ടോപ്പോ മൊബൈൽ ഫോണോ എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അത് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ലാപ്ടോപ്പാണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അല്ല ഡെസ്ക് ടോപ്പോ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. മൊബൈൽ ഫോണിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ലാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോയി നമ്മൾ ഗൂഗിൾ എടുക്കുകയാണ്. അവിടെ വാഹൻ സാരഥി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാഹൻ സാരഥി. ഓക്കെ, വാഹൻ സാരഥി സെർച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടെ നമുക്കത് ആദ്യം കാണുന്ന പരിവാഹൻ എന്ന് പറഞ്ഞ് നമുക്കൊരു സൈറ്റ് കാണാനായിട്ട് പറ്റും. അതിനുള്ളിലേക്ക് പോവുക. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അതിനകത്തേക്ക് പോയി. ഓക്കെ, ഇവിടെ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ മോർ കൊടുക്കുക. ഓക്കെ, വളരെ എളുപ്പമാണ്. അതിലെന്ത് ചെയ്യുക, മോർ കൊടുക്കുക. മോർ കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത് അവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ നമ്മുടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് സ്കിപ്പ് ചെയ്ത് കളയുക കേട്ടോ, അത് ആവശ്യമില്ല നമുക്ക്. അത് അടുത്ത് മേളിലായിട്ട് ആ ഒരു കണ്ടോ, ആ ഒരു കുറച്ച് ബോക്സിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ താഴെ പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കൊടുക്കുക. അതിനുശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഇത് നമ്മളിവിടുത്തെ ഒരു വിദ്യാർത്ഥിയുടെ നമ്പറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ സെലക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ ഒരു മെത്തേഡ് എന്ത് ചെയ്യുക, സ്വീകരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും കൊടുത്തു, ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ആ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് നമുക്കൊരു OTP വരും. നമ്മൾ ആ OTP എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ ഓർമ്മയില്ല എങ്കിൽ നമുക്കവിടെ മേളിൽ ആ റെഡ് കളറിൽ നമുക്കവിടെ കാണാനായിട്ട് വരും കണ്ടോ. ഓക്കെ, അതിൻ്റെ തുടക്കത്തെയും അവസാനത്തെയും നമ്പറുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്പറിലായിരിക്കും നമ്മുടെ OTP വരുന്നത്. കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു PVC കാർഡ് എന്ന് പറയുന്നത് അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ OTP എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. അതിൽ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിൻ്റ് DL പ്രിൻ്റ് നമ്പർ ഉണ്ടായിരിക്കും. നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അതിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കത് ആ PDF ആണെങ്കിൽ PDF അവൈലബിൾ ആണ്. അതിൻ്റെ ഓപ്ഷൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി പ്രിൻ്റ് ആണെങ്കിൽ പ്രിൻ്റും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമുക്ക് ഈ പറഞ്ഞ കണക്കിന് നമ്മുടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ നമ്മുടെ ആ ഒരു രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് കയറുക. ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ പ്രിൻറ്റിൻ്റെ ആവശ്യമില്ല എങ്കിൽ നമുക്ക് ഇത് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. മൊബൈൽ ഫോണിലോ എന്തെങ്കിലും സേവ് ചെയ്തിട്ടിരുന്നാൽ മതി, വേറെ കുഴപ്പമില്ല. നമുക്കിത് വാലിഡാണ്. അതല്ല പ്രിൻ്റ് ആവശ്യമുള്ളവർ കമ്പ്യൂട്ടർ സെൻറ്റർ മുഖാന്തരം അല്ലെങ്കിൽ അക്ഷയകൾ വഴി എന്ത് ചെയ്യുക, കൃത്യമായി പോയി PVC കാർഡിൻ്റെ പ്രിൻറ്റുകൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എന്ത് ചെയ്യാം, അത് ചെയ്യാവുന്നതാണ്. ഇനി ലൈസൻസ് പരമായിട്ട് ഏത് സർവീസിന് പോയാലും ഈ രീതിയിലായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇനി പ്രിൻ്റഡ് ലൈസൻസ് കിട്ടത്തില്ല. ഓക്കെ, അതിന് പുതിയ ലൈസൻസ് അപ്ലൈ ചെയ്യുന്നതായാലും ശരി തന്നെ, പഴയത് പുതുക്കുന്നതായാലും ശരി തന്നെ, ഇനി അതിലെ അഡ്രസ്സോ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യുന്നതായാലും ശരി തന്നെ, ഇനി ഒന്നും എന്ത് ചെയ്യില്ല, പോസ്റ്റ് വഴി നമുക്ക് കിട്ടില്ല. ജസ്റ്റ് ഇതുപോലെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക കേട്ടോ. എല്ലാവരും ഡിജിറ്റൽ യുഗത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും ഡിജിറ്റലായി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. കഴിയുന്ന രീതിയിൽ ഞങ്ങൾ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.